കരിങ്കൊടി പ്രതിഷേധത്തിനിടെ മന്ത്രി വീണ ജോർജിന് പരിക്കേറ്റ കേസിൽ പ്രതികളുമായി തെളിവെടുപ്പ് തുടരുന്നു. പ്രതികളിൽ ഒരാളായ അക്ഷയുമായി തുണിക്കടയിൽ തെളിവെടുപ്പ് നടത്തി. കറുത്ത തുണി വാങ്ങിയ കടയിലെത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. ബിജീഷ് ഗോവിന്ദൻ വിശദാംശങ്ങളുമായി. ബിജീഷ്, ഈ KSU പ്രവർത്തകർ ഒളിഞ്ഞിരുന്ന് ആക്രമിച്ചു, വത്തിക്കാൻ ശ്രമിച്ചു, ആയുധങ്ങൾ ഉപയോഗിച്ചു തുടങ്ങിയ ആരോപണങ്ങളൊക്കെയാണ്, പരാതികളൊക്കെയാണ് ഇവർക്കെതിരെ ഉയർന്നതുകൊണ്ട് ഈ ആരോപണങ്ങൾക്ക് അനുസൃതമായ രീതിയിൽ തെളിവുകൾ ശേഖരിക്കുകയും വേണം. ഇതുവരെയുള്ള നടപടികൾ എങ്ങനെ തുടരുന്നു, പുരോഗമിക്കുന്നു ബിജേഷ്? സൈഫു, ഇതിനകത്ത് ഇപ്പോൾ തെളിവെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ്. 5 പ്രതികളെയും, അതായത് KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് MC അതുൽ ഉൾപ്പെടെയുള്ള 5 പേരെയും ഇപ്പോൾ തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം റെയിൽവേ പോലീസ് തിരിച്ച് കോടതിയിലേക്ക് ഹാജരാക്കിയിരിക്കുകയാണ്. അല്പം മുൻപാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ തന്നെയുള്ള റെയിൽവേ പോലീസ് ഓഫീസിൽ നിന്ന് ഈ 5 പേരെയും ഇപ്പോൾ കോടതിയിലേക്ക് ഹാജരാക്കാനായി പോലീസ് കൊണ്ടുപോയിരിക്കുന്നത്. ഇന്ന് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഈ കേസിനകത്തുള്ള പ്രതിയായിട്ടുള്ള അക്ഷയ് എന്ന് പറയുന്ന KSU നേതാവുമായി ഈ റെയിൽവേ സ്റ്റേഷന് മുൻപിലുള്ള ഒരു തുണിക്കടയിലാണ് പോലീസ് ചെന്നത്. അവിടെ നിന്നാണ് ഈ കറുത്ത തുണി വാങ്ങിയത് എന്നുള്ളതാണ് അക്ഷയ് കൊടുത്ത മൊഴി. അതിന്റെ അടിസ്ഥാനത്തിൽ അക്കാര്യത്തിനകത്ത് തെളിവെടുപ്പ് നടത്തി. ഒപ്പം തന്നെ റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള ചുറ്റുപാടുകളിലൂടെ ഇവരെ കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. അതിനപ്പുറത്തേക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഏതെങ്കിലും തരത്തിലുള്ള തെളിവെടുപ്പ് നടന്നതായിട്ടുള്ള വിവരം നമുക്കില്ല. നമ്മൾ ഈ പ്രതികൾ ഇവിടെ എത്തിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ മറ്റു തെളിവെടുപ്പുകളൊന്നും നടന്നതായിട്ടുള്ള വിവരമില്ല. മാത്രമല്ല 2 ദിവസത്തേക്കായിരുന്നു കസ്റ്റഡി. ആ 2 ദിവസത്തേക്കുള്ള കസ്റ്റഡി ഇപ്പോൾ പൂർത്തിയാക്കി അവരെ തിരിച്ച് കോടതിയിലേക്ക് കൊണ്ടുപോയാണ് റെയിൽവേ പോലീസ് ചെയ്തിരിക്കുന്നത്. നേരത്തെ രാവിലെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് 2 ദിവസത്തേക്ക് ഇവരെ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ടുള്ള ഉത്തരവിറക്കിയത്. അതിന് മുൻപ് തന്നെ നേരത്തെ ഇവരുടെ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ ജില്ലാ സെഷൻസ് കോടതിയിൽ ഈ KSUവിന്റെ 5 പ്രവർത്തകർക്ക് വേണ്ടിയുള്ള ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ഇതിനിപ്പോൾ ഫയലിൽ സ്വീകരിച്ച ശേഷമാകും അതിൻ്റെ അകത്തുള്ള സെഷൻസ് കോടതിയുടെ നടപടികൾ തുടങ്ങുക. സൈഫുദ്ദീൻ. യെസ്, ബിജീഷ് ഗോവിന്ദാണ് വിശദാംശങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന്.